വീണ്ടും ഒരു ഫിഷിംഗ് വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇത് നമ്മൾ ഉടക്കുവല പല സ്ഥലങ്ങളിലായിട്ട് ഇട്ട് വെച്ചിട്ട് രാത്രി പോയി എടുത്തുകൊണ്ട് വന്നിട്ടുള്ള വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്. എന്തായാലും ഈ വീഡിയോ ഫിഷിംഗ് വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. ബാക്കി വിഷയങ്ങൾ നേരിട്ട് കണ്ടോ. അല്ല, ഇത് നമ്മൾ പരസ്യമാക്കാൻ പാടില്ല, കാരണം മറ്റുള്ളവരെ അനുകരിക്കാൻ തുടങ്ങും. സുമേഷേ, തുഴയിലെന്തായാലും ഇഷ്ടപ്പെട്ടിരിക്കണോ നോക്കിയേ. എവിടെ അവിടെ നമ്മുടെ സുമേഷ് വലിച്ചു കയറ്റിയിട്ടുണ്ട്. കാണിച്ചേ എടുത്തോ സുമേഷേ. അങ്ങനെ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് ഉടക്കുവല ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. 3-4 ഏരിയയിൽ നമ്മൾ ഇട്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്ത് സുമേഷ് ഒരു ബ്രാലിനെ അടിച്ച് കയറ്റിയത് കണ്ടില്ല അല്ലേ. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ ഇട്ടതിന് ശേഷം ഇനി നമ്മൾ രാത്രി വന്നിട്ട് കൊടുത്തതുണ്ടാവും. ഇപ്പോൾ പറഞ്ഞ് ഇട്ടേക്കണത് അത്രയും നീളത്തിലാണ് നമ്മൾ ഇട്ടേക്കണം. നിങ്ങൾക്ക് ആ ബോൾസ് കാണാൻ പറ്റും മേളിൽ പോയി കിടക്കണം. അപ്പോൾ അതെ ബ്രാലിനെ പിടിച്ച സുമേഷിൻ്റെ അടുത്തേക്ക് എത്തി. അങ്ങനെ നമ്മൾ ഒരു വൈകുന്നേരം സമയത്ത് ഇട്ട് വെച്ചിട്ട് 3 മണി 4 മണി സമയത്ത് ഇട്ട് വെച്ചിട്ട് രാത്രി ഒരു 7 മണി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങിയേക്കണേണ് ഇതിനെ പിടിക്കാനായിട്ട്, അല്ലെങ്കിൽ ഉടക്കുവല എടുക്കാൻ വേണ്ടി. ഇത് നോക്കി കറുപ്പ് കയറിയിട്ടുണ്ട്. കറുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല കിണ്ണ സൈസാണ്. കണ്ട ആ സൈസ് നിങ്ങൾക്ക് വിഷ്വലിൽ തന്നെ മനസ്സിലാവും. നല്ല ഉള്ളതിൽ വലിപ്പമുള്ള സൈസ് കറുപ്പുകളായിരുന്നു മിക്കതും തന്നെ. കണ്ടല്ലോ, ഇഷ്ടംപോലെ കറുപ്പ് കയറി കണ്ടായിരുന്നു. പിന്നെ ഇതിൽ നിന്ന് ഊരിയെടുക്കാനാണ് കേട്ടോ പ്രശ്നം. ഞാൻ ആദ്യം ഒരു വിഷ്വൽ കാണിച്ചില്ലേ, ഇതിങ്ങനെ ഉടക്കുവലയിൽ. അപ്പോൾ പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഇത് അടുത്തൊരു ഏരിയയിൽ നമ്മളിത് പൊക്കിക്കഴിഞ്ഞപ്പോൾ ഒരു സംഭവം കണ്ട്. അത് ഞാൻ നേരിട്ട് കാണിച്ചു തരാം. നമ്മൾ അടുത്തൊരു വല അപ്പുറത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ആ ഒരു കാഴ്ച കണ്ടത്. ഒരു കാരി കയറിയിട്ടുണ്ടല്ലോ, ആ കാരിനെ വെറുതെ നശിപ്പിച്ച് കളഞ്ഞ ആമകൾ വന്നിട്ട്. ആക്കെ വിഷയമൊക്കെ നേരിട്ട് കാണിച്ചു തരാം. ഇത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ എടുത്താണ്. ഇത് പോസ്റ്റ് ചെയ്യാൻ മറന്നുപോയൊരു വീഡിയോ ആണ്, അല്ലെങ്കിൽ സമയം കിട്ടിയില്ല, അതാണ് സംഭവം. അപ്പോൾ നമ്മുടെ സുമേഷ് അതിൻ്റെ അറ്റം തീർന്നിട്ട് മരത്തേക്ക് കെട്ടി വെച്ചാണ് വലിച്ചെടുത്താണ് കണ്ടത്. ഇതിവിടെയാണ് നമ്മൾ അടുത്ത സ്ഥലത്ത് ഇത് പൊക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു കാഴ്ച കണ്ടത്. കാരി വരണം കയറിയിട്ട് അതിനെ കടിച്ച് നശിപ്പിച്ച് ആമകൾ തൂങ്ങിക്കിടക്കുന്ന കാഴ്ച കണ്ടു കേട്ടോ. എത്ര എണ്ണമാണെന്ന്. അത് ആ മീനെ ജീവനോടെ ഭക്ഷിച്ചെന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായോ? അത് ആ ഉടക്കി കിടക്കുന്ന ടൈമിൽ, കാരണം അതിന് വേറെ രക്ഷപ്പെടാൻ വഴിയില്ലല്ലോ. ആ സമയത്ത് വന്ന് ഈ ആമകൾ തിന്നേക്കണേണ് കാണുന്നത്. നോക്കിക്കോട്ടെ, ആമകളാണിത്. അതിൻ്റെ ഒപ്പം ആമകളും പൊങ്ങിപ്പോനാണ്. അത് കടി വിടാണ്ടേ ആ മീൻ കഴിച്ചുകൊണ്ട് അതിൻ്റെ ഒപ്പം തന്നെ പൊങ്ങിപ്പോനാണ് കാണുന്നത്. എത്ര ആമയാണ് നോക്കി. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുകളിൽ വലയൊക്കെ വലിച്ച് കയറ്റി കഴിഞ്ഞിട്ട് ഈ മീൻ പിന്നീട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് അതിന് തന്നെ കൊടുക്കണം. അത് ഞാൻ മര്യാദക്ക് കാണിച്ചു തരാം. ഇത് വലയിൽ നിന്ന് വലയ്ക്ക് നിന്നിപ്പോൾ വിടിയിച്ചെടുക്കണമല്ലോ, അത് എടുക്കുകയുണ്ടായിരുന്നു. അത് മീൻ്റെ മിക്ക സ്ഥലങ്ങളിലെയും പീസ് ഇവന്മാർ കടിച്ച് തിന്ന് കളഞ്ഞ് വന്നല്ലോ. അത് ആ ജീവനോടെ തന്നെ അത് അല്ലേ. അതിൻ്റെ ഒരു അവസ്ഥ ഞാനിങ്ങനെ ആലോചിച്ച് ആ ടൈമിൽ. അപ്പോൾ എന്തായാലും നമ്മൾ അതിൽ നിന്ന് വിടിയിപ്പിച്ചിട്ട് ഇത് നിങ്ങൾക്ക് തന്നെ കൊടുക്കാറില്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാനത് നമുക്ക് കൊണ്ടുപോകാനും പറ്റില്ല. കണ്ടോ, ഇതായിരുന്നു ആ കരി. ഇത് നോക്കിക്കോട്ടെ അതിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ ഒരു അവസ്ഥ, അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ ശരീരം നോക്കിക്കോട്ടെ. മുഴുവൻ പാർട്സ് ഇല്ല, അവിടെ ഇവിടെയൊക്കെ കടിച്ച് ഇതുണ്ടോ ആമ തിന്ന് തുരന്ന് വെച്ചേക്കണേണ് പല സ്ഥലങ്ങളിലും. കുറച്ച് നേരം കൂടി കിട്ടിച്ചെങ്കിൽ ഇതേപോലെ ചിലപ്പോൾ വേറെ മീനുകളെയും കൊണ്ടുപോയിട്ടുണ്ടാവട്ടെ നമ്മുടെ വലയെന്ന്, അതും പറയാൻ പറ്റില്ല. ഇതിപ്പോൾ നമ്മൾ കണ്ട് ഇല്ലെങ്കിൽ അത് തിന്ന് അതിൽ നിന്ന് വെടിയിപ്പിച്ചെടുക്കാൻ പറ്റുമല്ലോ. എന്തായാലും നമ്മൾ അത് തിരിച്ച് പുഴയിലേക്ക് തന്നെ ഇട്ടു. അല്ലതേ ഇത് അത് തന്നെ ശരിയാണ്. ഒന്നല്ല 2 ഉണ്ടെന്ന് തോന്നട്ടോ. 2 ഉണ്ട് എടുത്തോ. ഇതാണിപ്പോൾ പറഞ്ഞ സാധനം അല്ലേ. രണ്ട് വലങ്ങൾ കറുപ്പ് അവിടെ താണ്ടില്ലല്ലേ. കയറിയിട്ടുണ്ട്. എപ്പോഴും കാര്യമില്ല, കറുപ്പ് തന്നെയാന്ന് തോന്നുന്നു. ആ കറുപ്പുണ്ട്. ആ ഒരു അപ്പുറത്ത് കാര്യമുണ്ട്. ആ കാര്യമുണ്ട്. 2 കറുപ്പ് 2 കാരി. നേടക്കണം. ഈ മൂലക്കുണ്ടാവും.
കടിച്ചുകൊണ്ട് പോയി ആമ. തല മാത്രമേ ഉള്ളൂ. അതെ, ആമ നിന്നതിന്റെ ബാക്കിയാണ് ഞങ്ങൾക്ക് കിട്ടാറുള്ളത്. എന്താണ് അവസ്ഥ? വീണ്ടും ആമ അല്ലേ? അല്ല, ഇവിടെ തുടങ്ങിയിട്ടുള്ള കാരണം രക്ഷപ്പെട്ട് വർണ്ണത്തിൽ തീർന്നില്ലെങ്കിൽ ഇനി വേറെ ഉണ്ടായെന്ന് അറിഞ്ഞൂടാ അല്ലേ? ഇടയിൽ പോയിട്ടുണ്ടാന്ന് അറിയില്ല, കടിച്ചോണ്ട് പോയിട്ടുണ്ടാവും, പറയാൻ പറ്റില്ല. ഇത്ര നേരം മീനെ കിട്ടിയ സന്തോഷവും കാണാനൊക്കെ നിങ്ങൾക്ക് രസമുണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഇനിയുള്ളതാണ് പണി. ഇതുണ്ട്, ഒടക്കുവലയിൽ നിന്ന് ഈ മീനെ എല്ലാത്തിനെയും വിടിയിപ്പിച്ചെടുക്കണം. ഇതിൻ്റെ അകത്ത് മൊത്തം ഇങ്ങനെ എന്താ പറയുക, ടങ്കീസൊക്കെ അവിടെയൊക്കെ ചുറ്റി അതിൽ നിന്ന് ഇങ്ങനെ വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ പിടുത്തം വിടിയിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇന്ന പണിയായിരുന്നു കേട്ടോ. കാരണം നമ്മളൊരു സ്ഥലത്ത് മാത്രമല്ല ഇട്ടത്, അത്യാവശ്യം 3-4 സ്ഥലങ്ങളിൽ ഒടക്കുവല ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിൽ നിന്നും അന്തോച്ചനും സുമേഷും മനോജും ഉണ്ട്. അവരത് വിടിയിപ്പിച്ച് ബക്കറ്റിലേക്ക് ഇടുന്ന ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള കറുപ്പായിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ. നല്ല സൈസായിരുന്നു കണ്ട. പിന്നെ ഒടക്കുവലയിട്ട് മീനെ പിടിക്കണ വീഡിയോ എനിക്ക് തോന്നുന്നത് നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇടണമെന്ന് തോന്നണം കേട്ടോ. അതിന് മുന്നേ ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നത്. എന്തായാലും അതൊരു കാണേണ്ട കാഴ്ചയും ഒരു വ്യത്യസ്തമായ മീൻപിടുത്തമാണ്. അത് പോണവരോടല്ല, അല്ലാത്തവരോടായിട്ട് ഞാൻ പറഞ്ഞത്. ഫിഷിങ്ങിന് പോണവർക്കൊക്കെ അറിയായിരിക്കും ഇതൊക്കെ എന്തെന്ന് പറയുമായിരിക്കും. അവരെയല്ല, ഞാൻ അല്ലാത്തവരോട് ഇതൊന്നും പോകാതെ, ഇത് നമ്മുടെ അവിടുത്തെ ബായിയാണ്. അപ്പോൾ പോകാത്തവരോട് അല്ലാത്തവരോടാണ് പറയണത്. അതൊരു വ്യത്യസ്തമായൊരു മീൻപിടുത്തമാണ് കേട്ടോ. ഇട്ട് വെച്ച് എന്തായാലും അടിപൊളിയായിരുന്നു, ഹാപ്പി ആയിരുന്നു. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളത് ഗ്യാരണ്ടിയാണ് നമുക്ക്. അപ്പോൾ എന്തായാലും ഇടയ്ക്കൊക്കെ ഫിഷിംഗ് വീഡിയോസും നമ്മുടെ ചാനലിലൂടെ വരും. എല്ലാം ഉണ്ട്. നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എപ്പോൾ എന്ത് എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എപ്പോൾ ആണെങ്കിലും എന്തും പ്രതീക്ഷിക്കുക, അത്ര തന്നെ. പിന്നെ നേരത്തെ പറഞ്ഞാൽ ചാനൽ ഫോളോ ആയിട്ടില്ലെങ്കിൽ ഫോളോ ആയിട്ടേക്കാം. പിന്നെ ഈ ഫിഷിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തെറി വിളിക്കാനല്ല ഉദ്ദേശിച്ച്, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലവർ കള്ളക്കോണ്ടി എന്നൊക്കെ ഒന്ന് തെറി വിളിക്കും. നമുക്കതൊന്നും വിഷയമൊന്നുള്ള കേസല്ല. എല്ലാം വേണമല്ലോ, എല്ലാം തരണം ചെയ്ത് വേണമല്ലോ ഇങ്ങനെ പോകുമ്പോൾ. പ്രത്യേകിച്ച് തരണം ചെയ്യാൻ പഠിക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഇതുണ്ട്, അതിൻ്റെ വലിപ്പം നോക്കി, നല്ല സൈസാണ്. അങ്ങനെ നമുക്ക് കിട്ടിയ മീനുകളെല്ലാം അന്തോഷം പറഞ്ഞ് ബക്കറ്റിൽ നിന്ന് എടുത്ത് കൊട്ടിയിടാൻ പറഞ്ഞു. അതായത് നമ്മുടെ കാണികളെ കാണിക്കാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ ബക്കറ്റിൽ നിന്ന് കുറച്ച് കൊട്ടി പുറത്തേക്ക് ഇട്ടിട്ട് ഇതുണ്ട ഇത്രയും കിട്ടി. ഇതിൻ്റെ ഇടയിൽ കൂടി ഇത് ഉമ്മാർ പോണ പോക്കാണ് കേട്ടോ. ഇത് കണ്ട, ഇങ്ങനെയാണ് ഉമ്മാർ പാസ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാം. താങ്ക് യു, ബൈ.